ശ്രീമതി കലാരാജു കേൾക്കുന്നുണ്ടോ? അപ്പോൾ താങ്കളുടെ വാദങ്ങളൊന്നും കോടതിക്ക് ബോധ്യമായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാദമായി എച്ച് സലാം MLA പറയുന്നത്. ശ്രീമതി കലാരാജു കേൾക്കാമോ? ഞാൻ അവിശ്വാസത്തിൽ പങ്കെടുക്കാനാണ് മുനിസിപ്പൽ ഓഫീസിൽ എത്തിയത്. ആരും ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് UDF-നോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന്. ഞാനൊരു LDF പ്രവർത്തകയാണെങ്കിൽ എനിക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ഞാൻ മുനിസിപ്പൽ ഓഫീസിന്റെ മുമ്പിൽ ചെന്നിറങ്ങിയത് അവിശ്വാസത്തിൽ പങ്കെടുക്കാനാണ്. ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നറിയുന്നതിന് മുൻപേ അവിശ്വാസത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ആണോ ഒരു സ്ത്രീയുടെ ഉടുതുണി ഉരിയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു സ്ത്രീക്ക് സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത പോലീസിനും ഉണ്ടല്ലോ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ അവിടെ പതിച്ച് പങ്കെടുക്കാനാണ് ചെന്നത്. എന്നെ അതിലേക്ക് കയറാൻ പോലും അനുവദിച്ചില്ലല്ലോ. മറുപടിയുണ്ടോ ശ്രീ സലാം? മാഡം, എനിക്ക് ശ്വാസം തടസ്സമുണ്ട്, സംസാരിക്കാൻ അങ്ങനെ ആക്രമിച്ചു എന്ന കാര്യത്തിലേക്ക് കടന്ന് ഞാൻ അഭിപ്രായം ശ്രീമതി കലാരാജു പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടൊന്നും ഞാൻ ഒരഭിപ്രായവും രേഖപ്പെടുത്തുന്നില്ല. അത് പോലീസിന്റെ മുന്നിൽ പെറ്റീഷനായി ഫയൽ ചെയ്യപ്പെടുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻക്വയറി നടക്കുകയാണ്. ആ കേസിൽ മാത്രമല്ല 5 കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിന്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെ എൻക്വയറിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വിഷയത്തിന് മേലെ ശ്രീമതി കലാരാജു ഇതുപോലെ ആക്രമിക്കപ്പെട്ടുവെന്ന് ഈ ചർച്ചയുടെ ഭാഗമായ സന്ദർഭത്തിലും ശ്രീമതി കലാരാജു പറയുന്ന ഒരു സന്ദർഭത്തിൽ, സഖാവ് കലാരാജു പറയുന്ന ഈ സന്ദർഭത്തിൽ ഒരു കാരണവശാലും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അത് എൻക്വയറിയുടെ ഭാഗമായി അത്തരം വിവരങ്ങൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരട്ടെ. അത് ഒരു കാര്യം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു, കലാരാജുവിന്റെയോ മകന്റെയോ പരാതിയിന്മേൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, പ്രതികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 4 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം ഒരു കാരണവശാലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആക്രമണം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടായ സംഭവത്തിന് മേലെ ഒരു ലഘൂകരണം ഉണ്ടാവില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ ഞാനും ആവർത്തിക്കുന്നു. 1-ാം പ്രതി വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ ഉണ്ടായ അവിശ്വാസവും ആ അവിശ്വാസവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളും സ്വാഭാവികമായി രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ അവിടെ അവതരിപ്പിക്കും. ഇപ്പോ ശ്രീമതി കലാരാജു പറഞ്ഞില്ലേ, ഈ ശ്രീമതി കലാരാജു പറഞ്ഞില്ലേ, ഞാനങ്ങനെ പോകാൻ ആഗ്രഹിച്ചില്ല. ഇത് ഈ പശ്ചാത്തലം നിങ്ങൾ നോക്ക്. ഞാൻ പറയുന്നത് LDF ആയി വിജയിച്ചു വന്ന LDF-ൽ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങൾ വോട്ട് വാങ്ങി വിജയിച്ചയാൾ രാഷ്ട്രീയം മാറുന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ചിരിക്കുന്നു. എന്തേ കലാരാജു പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അല്ല, അങ്ങനെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത കാണിക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. ഒരു മാസം മുമ്പ് P. രാജീവിന്റെ മണ്ഡലത്തിൽ പഞ്ചായത്തിൽ UDF-ന്റെ ഒരംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറി വോട്ട് ചെയ്തു. CPM അവരോട് രാജിവെക്കാനാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് അയാളെ വൈസ് പ്രസിഡന്റ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ കാലുമാറ്റങ്ങൾ എല്ലാ പാർട്ടികളിലും നടക്കുന്നുണ്ട്. ഇത് UDF-ൽ നിന്ന് കാലുമാറി നിങ്ങളിലേക്ക് വന്നു, അപ്പോൾ സ്വീകാര്യൻ. നിങ്ങളിൽ നിന്ന് UDF-ലേക്ക് പോയാൽ കുഴപ്പക്കാരി. നേരത്തെ ഇത് 1 മാസം മുമ്പത്തെ കാര്യമാണ്. നേരത്തെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇത് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സാർ. 1 മാസം മുമ്പ് ആ പ്രശ്നത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പ്രശ്നത്തെ ഇത്തരം രാഷ്ട്രീയ വഞ്ചനകളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. കാര്യം പറയും. ആ രാഷ്ട്രീയം പറഞ്ഞു അങ്ങനെ വഞ്ചന കാണിച്ച ആളെ ആ രാഷ്ട്രീയമായ വഞ്ചനയെ കുറിച്ച് അവിടെ വിശദീകരിക്കാമല്ലോ. എങ്ങനെ വിശദീകരിക്കാന്ന്? അതാവാമല്ലോ, അത് വിശദീകരിക്കാമല്ലോ, വിശദീകരിച്ചോളൂ. അതിനെന്താ പ്രശ്നം? മനസ്സിലായില്ല. അല്ല, അവർക്ക് UDF-ന് ആ രാഷ്ട്രീയ നിലപാട് UDF-ന് പറഞ്ഞൂടെ? അത് പറയൂ. UDF-ൽ നിന്നും കാലുമാറി LDF-ലേക്ക് വന്ന് വോട്ട് ചെയ്തയാളെ വൈസ് പ്രസിഡന്റ് ആക്കാമെങ്കിൽ കലാരാജുവിനെ തിരിച്ച് UDF-നെ പിന്തുണച്ചുകൊണ്ട് അവിശ്വാസത്തിൽ വോട്ട് ചെയ്തുകൂടെ? കലാരാജുവിന്റെ ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ വാചാലരാകുമ്പോൾ തിരിച്ചപ്പുറത്തു നിന്നും അധാർമികമായി നിങ്ങളിലേക്ക് വന്നയാൾക്ക് നിങ്ങളൊരു സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ശ്രീ എച്ച് സലാം,
സ്മൃതി, ഞാൻ പറയുന്നത് ഈ അവിടെ നിങ്ങളിപ്പോ ചർച്ചയിൽ തുടക്കം കുറിച്ച പ്രശ്നത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഈ കാലുമാറ്റം തന്നെയാണെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അതെ, പക്ഷെ അത് നിങ്ങൾക്ക് സ്വീകാര്യമാണ്. ആ കാലുമാറ്റം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യമാണ്. അതെന്തിനാണ് പറയുന്നത്? രാഷ്ട്രീയമായ നിലപാട് ഓരോ പ്രദേശത്തെയും സാഹചര്യം അനുസരിച്ച് ഇപ്പോ ഒരു കടുത്ത അഴിമതി കൂത്താട്ടുകുളത്തെ സാഹചര്യമല്ല. അത് ശരിയാണ്. ഞാൻ പറയട്ടെ ഒന്ന് പറയാൻ സമ്മതിക്കട്ടെ സ്മൃതി. ഒരു കൊടിയ അഴിമതി, പച്ചയായ അഴിമതിയും മറ്റും മുന്നിലേക്ക് വന്നാൽ ഒരു സംവിധാനത്തിന് ഉള്ളിൽ നിന്നിട്ട് ആ അഴിമതിക്കെതിരായി പോരാടി പുറത്തേക്ക് ഒരാൾ വന്നാൽ അത് ഒരു നിലപാടാണെന്ന് നിങ്ങൾ പറയില്ലേ? നിങ്ങൾ പറഞ്ഞു രാജിവെക്കണോ വേണ്ട രണ്ടാമത്തെ കാര്യം, അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പല ചിലപ്പോ അസാധുവാക്കുന്നവരില്ലേ? ചില അവിശ്വാസം വരുമ്പോ മനഃപൂർവ്വം അസാധുവാക്കി വിട്ടു പോകുന്ന ആൾക്കാരില്ലേ? ഇതൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇവിടെ തെറ്റും അവിടെ ശരിയും എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല പറയുന്നത്. രാഷ്ട്രീയമായ മാറ്റമുണ്ടെങ്കിൽ ആ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ മാനിക്കുക എന്നുള്ളത് ജനാധിപത്യ സിസ്റ്റത്തിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും പാലിക്കേണ്ട പ്രധാന കാര്യമാണ്. അവിടെ പാലിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ പാലിക്കാത്തത് ശരിയെന്ന് എനിക്കോ പറയാൻ പറ്റില്ല, സ്മൃതിയും പറയാൻ പാടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.